أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. وإذ تقول للذي أنعم الله عليه وأنعمت عليه أمسك عليك زوجك واتق الله وتخفي في نفسك ما الله مبديه وتخشى الناس والله أحق أن تخشاه. فلما قضى زيد منها وطرا زوجناكها لكي لا يكون على المؤمنين حرج في أزواج أدعيائهم إذا قضوا منهن وطرا وكان أمر الله مفعولا. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. بارك الله لنا في القرآن الكريم وغفر الله لنا ولوالدينا والسامعين آمين. സൂറത്തുൽ അഹ്സാബിലെ 36, 37 ആയത്തുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. വളരെയേറെ കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന രണ്ടായത്തുകൾ. ഇതിൽ 37-ാമത്തെ ആയത്തിനെ സംബന്ധിച്ച് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഒക്കെ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു ആയത്തിനെ അള്ളാഹിന്റെ റസൂൽ ഒളിപ്പിച്ചു വെക്കാൻ ഉദ്ദേശിക്കുമായിരുന്നെങ്കിൽ ഈ സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ ആയത്തിനെ റസൂലുള്ള ഒളിപ്പിച്ചു വെക്കുമായിരുന്നു എന്നാണ് ആയിഷ ബീവി പറഞ്ഞത്. അങ്ങനത്തെ ഒരു ആയത്താണ് നമ്മൾ ഇന്ന് ഓതിയത്. അതെന്തുകൊണ്ടാണ് ആയിഷ ബീവി അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്നൊക്കെ ഇൻഷാ അല്ലാഹ് അതിന്റെ അർത്ഥങ്ങളും അതിന്റെ വിശദീകരണങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറ. ഒരു മുഅ്മിനാവട്ടെ, ഒരു മുഅ്മിനത്താവട്ടെ, അല്ലെ, ഒരു സത്യവിശ്വാസിയാകട്ടെ, ഒരു സത്യവിശ്വാസിനിയാകട്ടെ, അള്ളാഹുവിന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, സ്വന്തമായി ഒരു തീരുമാനം, സ്വന്തമായി ഒരു തെരഞ്ഞെടുപ്പിന് അവർക്ക് എന്തില്ല, അവകാശമില്ല. അപ്പൊ അള്ളാഹുവും അള്ളാഹിന്റെ റസൂലും മുഅ്മിന്റെ മേൽ, ഒരു മുഅ്മിനത്തിന്റെ മേൽ ഒരു കാര്യം തീരുമാനിച്ചു, ഒരു വിധി പറഞ്ഞു. അള്ളാഹുവിന്റെ ഒരു വിധി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിധി. ആ വിധി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്ത് അത് എനിക്ക് പറ്റുന്നതല്ല, അതല്ലെങ്കിൽ അത് എൻ്റെ മനസ്സ് അതിനോട് എന്ത് ചെയ്യുന്നില്ല, സമരസപ്പെടുന്നില്ല, അതിന്റെ യുക്തി എന്തുമാവട്ടെ എനിക്കത് പറ്റൂല എന്ന് പറയാൻ ഒരു വിശ്വാസിക്കും ഒരു വിശ്വാസിനിക്കും അവകാശമില്ല. അതാണ് വമാ കാന ലി മുഅ്മിനിൻ, ഒരു മുഅ്മിനിനില്ല, വലാ മുഅ്മിനത്തിൻ, ഒരു സത്യവിശ്വാസിനിക്കുമില്ല, ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറ, അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ അവർക്കില്ല എന്തില്ല, അൻ യകൂന ലഹുമുൽ ഖിയറ, തൻ്റെതായ സ്വന്തം തീരുമാനം, തൻ്റെതായ സ്വന്തം ഇഷ്ടങ്ങൾ എടുക്കാൻ എന്തില്ല, അവകാശമില്ല, സ്വന്തം തെരഞ്ഞെടുപ്പിന് അവിടെ അവകാശമില്ല. മിൻ അംരിഹിം, അവരുടെ കാര്യത്തിൽ. ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും വിശുദ്ധ ഖുർആനിലെ ചില റബ്ബിന്റെ കൽപ്പനകളൊക്കെ, പ്രത്യേകിച്ച് അനന്തര സ്വത്തൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ പലരും പറയും അതൊന്നും നമുക്ക് അത്ര കൺവിൻസിങ് അല്ല, അല്ലെ, സ്വത്ത് ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ, അല്ലെ, പുരുഷന് സ്ത്രീയുടെ ഇരട്ടിയാണ്, അല്ലെ, രണ്ടിരട്ടിയാണ് എന്ന് പറയുമ്പോൾ ചില സ്ത്രീകൾ പറയും അതെന്താ സ്ത്രീക്ക് അത്ര, പുരുഷനെന്താ എത്ര. പക്ഷെ അള്ളാഹ് ഒരു കാര്യം തീരുമാനിച്ചോ അതിനപ്പുറത്തേക്ക് ചോദ്യം പറച്ചിലും ഇല്ല. റസൂലുള്ള ഒരു കാര്യം പറഞ്ഞു, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെങ്ങനെ ജീവിക്കണം, നമ്മളെങ്ങനെ എന്ത് ചെയ്യണം, ആരാധനകളും മറ്റു കാര്യങ്ങളും നിർവഹിക്കണം എന്ന് റസൂല പഠിപ്പിച്ചു. അവിടെ എൻ്റെ ഇഷ്ടം എന്തല്ല, സ്വന്തം ഇഷ്ടങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. അള്ളാഹുവും അള്ളാഹിന്റെ റസൂലും ഒരു വിധി പറഞ്ഞാൽ ആ വിധിയെ സ്വീകരിക്കലാണ് മുഅ്മിനിന്റെയും മുഅ്മിനത്തിന്റെയും ജീവിതത്തിൽ അവര് കൈക്കൊള്ളേണ്ട നടപടി എന്നാണ് റസൂൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഉണർത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് പറഞ്ഞിട്ട് ഇനി ഒരു വിധി, പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അള്ളാഹുവിന്റെ ഒരു കൽപ്പന ഒരു വേള പ്രയാസം തോന്നിയ ഒരു ഘട്ടം വന്നു. ആ ഘട്ടത്തെ ഓർമ്മിപ്പിക്കുവാനും ആ ഘട്ടത്തിൽ സ്വന്തമായ അള്ളാഹുവിന്റെ ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ അതിനപ്പുറത്തേക്ക് സ്വന്തം ഹിതങ്ങളെ, സ്വന്തം ആഗ്രഹങ്ങളെ, സ്വന്തം ഇച്ഛകളെ എന്ത് ചെയ്യാൻ പറ്റൂല. അവിടെ ഒരിക്കലും അതിനൊരു പ്രസക്തി ഇല്ല എന്നുള്ള നിലക്ക് എന്ത് ചെയ്യണം, വിശ്വസിച്ചു പോരണം. എന്നിട്ട് റബ്ബ് പറയാൻ വമൻ യഅസില്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ആരെങ്കിലും അനുസരണക്കേട് കാട്ടിയാൽ, മഅസിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്താഅത്തിന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. ഒമൻ യുത്തിഇല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ അനുസരിക്കുന്നവരാരോ, ഇവിടെ ഒമൻ യഅസില്ല എന്നാണ്. അനുസരണക്കേട് കാട്ടുന്നവരാരോ, മഅസിയത്ത് കാണിക്കുന്നവരാരോ, അള്ളാഹിനെ അള്ളാഹിന്റെ റസൂലിനെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനക്ക് ധിക്കരിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ധിക്കരിച്ച് ആര് ജീവിക്കുന്നുവോ ഫഖദ് ളല്ല ളലാലം മുബീന, അവൻ വ്യക്തമായ വഴികേടിൽ പ്രവേശിക്കുന്നതായിരിക്കും. ചിലപ്പോൾ നമുക്ക് തോന്നും അതിന്റെ യുക്തിയും അതിന്റെ ഹിക്മത്തും ചിലപ്പോൾ ബാഹ്യമായി നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, മനസ്സിലാവണമെന്നില്ല. പക്ഷെ അള്ളാഹ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഹിക്മത്ത് ഉണ്ടാവണം. കാരണം അള്ളാഹു ഹക്കീമാൻ. ഭാവിയും നമ്മുടെ അവസ്ഥകളും നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മളത് മാത്രമല്ല ലോകത്തെ എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അള്ളാഹ് ഒരു വിധി അവൻ വിധിക്കുന്നത്. അവന്റെ വിധിക്ക് കീഴ്പ്പെടലാണ് ഒരു മുസ്ലിം എന്ത് ചെയ്യേണ്ടത്, കൈക്കൊള്ളേണ്ട അവന്റെ ജീവിത രീതി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത്. നേരെ മറിച്ച് അള്ളാഹിന്റെ കൽപ്പനയെ കാറ്റിൽ പറത്തി റസൂലുള്ള പറഞ്ഞത് എനിക്ക് പറ്റൂല, ഈ ഭാഗങ്ങളിൽ ചിലത് മാറ്റിവെക്കുക, ചിലത് ഇഷ്ടം പോലെ എടുക്കുക, അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ എന്താകും, ഹിദായത്തിൽ നിന്ന് മാറി അയാൾ വലാലത്തിലാകും, വഴികേടായിരിക്കും. ഇഹത്തിലും പരത്തിലും അയാൾക്ക് എന്നും ദുർഗതിയായിരിക്കും ഉണ്ടാവുക എന്ന് റബ്ബ് പറഞ്ഞു. എന്നിട്ട് റബ്ബ് ഇവിടെ ഒരു വലിയ സംഭവത്തെ എടുത്തു ഉദ്ധരിച്ചു. 37-ാമത്തെ ആയത്ത്. ഈ ആയത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ ആമുഖത്തിൽ പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് അള്ളാഹിന്റെ റസൂല് മറച്ചു വെക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അല്ലെ, അങ്ങനെ ഒരു ആഗ്രഹം നബിക്ക് തോന്നിയിരുന്നെങ്കിൽ ഈ ആയത്ത് മറച്ചു വെക്കും. എന്താ പൈല അങ്ങനെ പറയാൻ മാത്രം ഒരു ഗൗരവമേറിയ ഒരു കാര്യത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അതിന്റെ അർത്ഥം നോക്കാം. വൈദ് തഖൂലു, നബിയെ നീ പറഞ്ഞ സന്ദർഭം. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്ദർഭത്തെ സൂചിപ്പിക്കുകയാണ്. ലതഖൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പറഞ്ഞ സന്ദർഭം, നബിനോടാ പറഞ്ഞ, അങ്ങ് പറഞ്ഞ ഒരു സന്ദർഭം. ആരോട്? ലില്ലദി, ഒരാളോട് പറഞ്ഞു. ആരാണ് അയാൾ? അൻഅമല്ലാഹു അലൈഹി വ അൻഅംത അലൈഹി, നീ അയാൾക്ക് അനുഗ്രഹം ചെയ്തു കൊടുത്തു, അള്ളാഹുവും അയാളുടെ മേൽ എന്ത് ചെയ്തു, അനുഗ്രഹം ചൊരിഞ്ഞു. അപ്പൊ അള്ളാഹു അനുഗ്രഹം കൊടുത്ത, നീ അനുഗ്രഹം ചെയ്തു കൊടുത്ത ഒരാളോട് നീ പറഞ്ഞ സന്ദർഭം. ഏതാണ് ആ ആള്? അയാളുടെ പേര് ഈ ആയത്തിൽ വിശുദ്ധ ഖുർആൻ റബ്ബ് എടുത്തു സൂചിപ്പിച്ചു. സഹാബത്തിന്റെ കൂട്ടങ്ങളിൽ അള്ളാഹു പേര് പറഞ്ഞ ഒരേ ഒരു സഹാബി മാത്രമേ വിശുദ്ധ ഖുർആനിലുള്ളൂ. അതാരാണ്? സെയ്ദാൻ, സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു. സെയ്ദ് ഇബ്നു ഹാരിസയെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ഇതിന്റെ ഈ സൂറത്ത് അഹ്സാബ് തുടങ്ങുമ്പോൾ ഇതിന്റെ ഒരു 5-ാമത്തെ ആയത്തിൽ വളരെ സവിസ്തരം നമ്മൾ അന്ന് വിശദീകരിച്ചു പോയതാണ്. എന്താണ്, പോറ്റുമക്കൾക്ക് എന്ത് ചെയ്യരുത്, മക്കളുടെ സ്ഥാനം കൊടുക്കരുത് അല്ലെ, മക്കളെ വിളിക്കുന്നത് പോലെ എന്ത് ചെയ്യരുത്, നിങ്ങൾ പോറ്റുമക്കളെ, വളർത്തു മക്കളെ വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് 5-ാമത്തെ ആയത്തിൽ എന്ത് ചെയ്തു, ഉദ്ഉഹും ലിആബാഇഹിം ഹുവ അഖ്സതു ഇൻദല്ലാഹ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിശദീകരിച്ചതാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു ആരാണെന്നും സെയ്ദിനെ നബിക്ക് എങ്ങനെയാണ് കിട്ടിയതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദിനെ എങ്ങനെയാണ് പരിഗണിച്ചിരുന്നതും എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു, അന്ന് വിശദീകരിച്ചതാണ്. ഏതായാലും ആ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് ഇവിടുത്തെ പരാമർശം. അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തു സെയ്ദിന്. എന്തായിരുന്നു അള്ളാഹു കൊടുത്ത അനുഗ്രഹം? ഹിദായത്ത് കൊടുത്തു, ഇസ്ലാമിലേക്കല്ലേ. വാപ്പ മുസ്ലിം ആയിരുന്നു, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലും മോനെ കൊണ്ടുപോയി നിർത്തിയ ഘട്ടങ്ങളും സന്ദർഭങ്ങളും സാഹചര്യമൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ്. നബിയുടെ കൂടെ നിന്ന് ഇസ്ലാമിലേക്ക് എന്ത് ചെയ്തു, കടന്നു വന്നവനാണ് സെയ്ദ്. അള്ളാഹു ഹിദായത്ത് കൊടുത്തു. ഹിദായത്ത് മാത്രമല്ല, ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലെ. സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാനുള്ള അവസരം ഇവിടെ കൊടുത്തു. മാത്രവുമല്ല ഇവിടെ അൻഅംത അലൈഹി, നീ അവന്റെ മേൽ അനുഗ്രഹം ചെയ്തു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത അനുഗ്രഹം എന്താ? സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത അനുഗ്രഹം വളർത്തി. നബി വളർത്തി, സ്വന്തം മോനെ പോലെ നബി വളർത്തി. മോനെ പോലെ മാത്രല്ല, സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഉസാമയെ റസൂലുള്ളാഹി എന്ത് ചെയ്തിട്ടുണ്ട്, വളർത്തിയിട്ടുണ്ട്, ഭയങ്കര സ്നേഹിച്ചിട്ടുണ്ട്. ഹിബ്ബുൻ നബി, നബിയുടെ പ്രിയങ്കരൻ എന്ന പേരാണ് ഉസാമത്ത് ഇബ്നു സെയ്ദ് അഥവാ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മോനെ എന്ത് ചെയ്തിരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചിരുന്നത്, ചില സ്വഹാബത്ത് വിളിച്ചിരുന്നത് നബിയുടെ ഹിബ്ബാൻ. എന്താ ഹിബ്ബ്? പ്രിയം, പ്രിയങ്കരൻ അല്ലെ. ഹുബ്ബ് എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ്. ഹിബ്ബ് എന്ന് പറഞ്ഞാൽ ഹബീബ് എന്നുള്ള അർത്ഥം. ഹിബ്ബുൻ നബി, ഉസാമന്റെ പേര. ഉസാമക്ക് മാത്രമേ ഉസാമന്റെ ഉപ്പ സെയ്ദിനെയും ഹിബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള നിലക്ക് എന്ത് ചെയ്തിരുന്നു, ചരിത്രകാരന്മാർ പേര് വിളിച്ചത് കാണാം. ഇതൊക്കെ നബി കൊടുത്ത അനുഗ്രഹങ്ങളാണ്. നബി വളർത്തി, നബി നന്നായി സ്നേഹിച്ചു, നബി നന്നായി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതൊക്കെ നബി ചെയ്ത അനുഗ്രഹങ്ങൾ. അങ്ങനെയുള്ള സെയ്ദിനോട് നീ പറഞ്ഞു, എന്താ പറഞ്ഞത്?
അംസിക് അലൈക സൗജക്, നീ നിന്റെ ഭാര്യയെ നീ പിടിച്ചു വെക്ക്. അതൊരു പ്രയോഗമാണ്. അംസിക് അലൈക സൗജക് എന്ന് പറഞ്ഞാൽ നീ നിന്റെ ഭാര്യയെ പിടിച്ചു വെക്കുന്ന പറഞ്ഞാൽ ഒരാൾ ത്വലാഖ് ഉദ്ദേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അല്ലെ, ത്വലാഖ് ചെയ്യണ്ട, നീ അവരെ പിടിച്ചു വെക്കുന്ന പറയാം. അറബിയിൽ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് അംസിക് അലൈക, നീ അവരെ എന്ത് ചെയ്യേണ്ടതില്ല, വിടുതൽ കൊടുക്കേണ്ടതില്ല. ത്വലാഖു മറത്തൻ, ത്വലാഖിനെ പറ്റി അള്ളാഹ് ഇങ്ങനെ പറഞ്ഞു പോണോടത്ത് കാണാം ഇൻസാക്കുൻ അല്ലെ, ഇൻസാക്കും ബിമഅറൂഫ്, ഒന്നുകിൽ നല്ല രൂപത്തിൽ ത്വലാഖ് ചെയ്യാതെ അവരെന്ത് ചെയ്യണം, അവരെ നമ്മളെ ചേർത്ത് പിടിക്കണം എന്നാണ്. അംസക്ക എന്ന വാക്കിന്റെ അർത്ഥം പിടിച്ചു വെക്കാൻ. അപ്പൊ നീ നിന്റെ സൗജിനെ പിടിച്ചു വെക്കുക. സൗജി എന്ന വാക്കിന്റെ അർത്ഥം പ്രിയപ്പെട്ടവൾ എന്നും അർത്ഥമുണ്ട്, പ്രിയപ്പെട്ട ഇണ അല്ലെ. സൗജത്ത് എന്ന് മാത്രം പറയുമ്പോൾ ഭാര്യ എന്ന് പറയും. സൗജി എന്ന് പറയുമ്പോൾ ഇണ. അത് ഭർത്താവിന് ഉപയോഗിക്കും, ചില സമയത്ത് ഭാര്യക്ക് ഉപയോഗിക്കും. ഭർത്താവിനോട് ഒരാൾ പറയുന്നത് സൗജുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശം, സൗജത്താൻ. എന്നാ സൗജുക്കി എന്ന് ഉദ്ദേശിച്ചാൽ അവിടെ സൗജ് ഭർത്താവാണ് ഉദ്ദേശം. പെണ്ണിനോട് പറയുകയാണെങ്കിൽ ഇവിടെ നീ നിന്റെ സൗജക്ക എന്നാണ്, നീ നിന്റെ ഇണയെ പിടിച്ചു വെക്ക്. ആരാ ഇണ? ആരായിരുന്നു? സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹ, സൈനബ് ബിൻത് ജഹ്ഷ്. നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ എണ്ണിപ്പോന്ന ഒരാളാണ്. നബി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സെയ്ദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിരുന്നു? സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. നബിയുടെ വിവാഹങ്ങൾക്കൊക്കെ ഒരു ഹിക്മത്തുണ്ട്. നബിയുടെ ഇപ്പൊ എല്ലാവരും അല്ലേ നബി 9 വിവാഹം കഴിച്ചു എന്ന് പറയുമ്പോൾ എന്താ നബിക്ക് ഇത്ര സ്ത്രീകള് ഇതിനെങ്ങനെ അനുവദിച്ചു? ഓരോന്നും അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഇനി അതെന്താന്നുള്ള നമുക്ക് വിശദീകരിക്കാം. ആദ്യം ഇതിന്റെ വാക്കർത്ഥം പറഞ്ഞിട്ട് അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം. നീ നിന്റെ ഭാര്യയെ പിടിച്ചു വെക്കുക, വത്തഖില്ലാ, അള്ളാഹിനെ സൂക്ഷിക്കണം അല്ലെ. പടച്ചോനെ പേടിച്ചിട്ട് പടച്ചോനെ സൂക്ഷിച്ച് ഒരിക്കലും എന്ത് ചെയ്യേണ്ടതില്ല, തലാഖ് ചെയ്യേണ്ടതില്ല എന്ന് നീ പറഞ്ഞ സന്ദർഭം. വതുഖ്ഫി ഫീ നഫ്സിക്, നീ നിന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു. നബിനോടാണ് ഇനി വതുഖ്ഫി, അഖ്ഫ യുഖ്ഫി എന്ന് പറഞ്ഞാൽ മറച്ചു വെക്ക. വതുഖ്ഫി ഫീ നഫ്സിക്, നീ നിന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു. മല്ലാഹു മുബ്ദി, അള്ളാഹു വെളിവാക്കാൻ പോകുന്ന കാര്യത്തെ. മാ എന്ന് പറഞ്ഞാൽ ഒന്ന്, അള്ളാഹു മുബ്ദീഹി, അള്ളാഹു അതിനെ വെളിവാക്കുന്നവനാകാൻ പോകുമ്പോൾ നീ നിന്റെ മനസ്സിൽ അതെന്ത് ചെയ്തു? ഒളിപ്പിച്ചു വെച്ചു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം വഹി നൽകപ്പെട്ടിരുന്നു, സെയ്ദ് ഭാര്യയെ തലാഖ് ചെയ്യുമെന്നും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായി സൈനബ് റളിയല്ലാഹു അൻഹ കടന്നു വരുമെന്നുള്ളത് വിവരം ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിരുന്നു. പക്ഷെ അത് എപ്പോഴാകും എങ്ങനെയാകുമെന്നും തെറ്റിയിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഈ ഒരു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് സെയ്ദ് റളിയല്ലാഹു അൻഹു സമീപിച്ചു. അതിന്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. സൈനബ് റളിയല്ലാഹു അൻഹ അസദ് ഗോത്രത്തിൽപ്പെട്ട ഖുറൈശികളുടെ ഭയങ്കര കുടുംബ പാരമ്പര്യം ഉണ്ടായിരുന്ന ഗോത്രത്തിൽപ്പെട്ട ഒരാളാണ് സൈനബ് റളിയല്ലാഹു അൻഹ. സൈനബ് ബിൻത് ജഹ്ഷിന്റെ മകളാണ്. ഭയങ്കര യുദ്ധപാടവം, ഭയങ്കര കുടുംബ മഹിമ ഒക്കെ ഉണ്ട്. സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് അത്ര കുടുംബ മഹിമ ഒന്നുമില്ല. കാരണം യുദ്ധത്തിൽ ചിറകെട്ടി പിടിച്ചതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ കുറെ കാലം കഴിഞ്ഞില്ലേ ഹാരിത്തിന്റെ കുടുംബം വന്ന് ചോദിച്ചപ്പോ എന്ത് വേണമെന്ന് പറഞ്ഞപ്പോ വാപ്പാന്റെ കൂടെ പോണോ, പിതാവിന്റെ കുടുംബക്കാരുടെ കൂടെ പോണോ, അതോ നബിയുടെ കൂടെ ജീവിക്കണോ എന്ന് പറഞ്ഞപ്പോ സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എനിക്ക് നബിയുടെ കൂടെ നിന്നാ മതി. അങ്ങനെ നബിയെ തെരഞ്ഞെടുത്തവനാണ്. നബിയുടെ മൗല, നബിയോട് ബന്ധമുള്ളവൻ, അതല്ലെങ്കിൽ നബിയുടെ പോറ്റുപുത്രൻ എന്നുള്ള പേരിലാണ് എന്ത് ചെയ്തത് സെയ്ദ് റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടത്. വേറൊരു പറയാനൊരു കുടുംബ പരമ്പര ആർക്കില്ല, സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനില്ല. അതുകൊണ്ട് തന്നെ സൈനബ് റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കുടുംബ പാരമ്പര്യവും മഹിമയും ഉണ്ടായത് കൊണ്ട് എന്ത് ചെയ്തിരുന്നില്ല, ആദ്യം വിവാഹത്തിന് അവര് തയ്യാറായിരുന്നില്ല. പക്ഷെ നബിയുടെ ഇഷ്ടവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താല്പര്യവും കണക്കിലെടുത്തിട്ടാണ് എന്ത് ചെയ്തത് സൈനബ് റളിയല്ലാഹു അൻഹയുടെയും സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെയും വിവാഹം നടക്കുന്നത്. വിവാഹം നടന്നു എന്ന് മാത്രമല്ല, കുറച്ചു കാലം കഴിഞ്ഞതോടുകൂടി ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയായി. അഥവാ മനസ്സിൽ ചില അസ്വാരസ്യങ്ങളും ചില പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടായി. പൊരുത്തക്കേടുകൾ ഉണ്ടായപ്പോ സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ വന്ന് പറയാൻ, സൈനബയെ എന്ത് ചെയ്യണം, മോചിപ്പിക്കാനാണ് എന്റെ ഉദ്ദേശം, അഥവാ തലാഖ് ചെയ്യാനാണ് എന്റെ ഉദ്ദേശം, അവർക്ക് മോചനം കൊടുക്കാനാണ്. കാരണം ഒരിക്കലും ഒത്തുപോകൂല. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ സങ്കീർണതകൾ പെരുകുക എന്നല്ലാതെ അവിടെ എളുപ്പങ്ങൾ കാണാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിവ് കൊണ്ട് സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറഞ്ഞു എന്ത് ചെയ്യണം, അവരെ ത്വലാഖ് ചെയ്യാനാണ് തീരുമാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് പറഞ്ഞ വാക്കാണ് എന്ത് ചെയ്യണം, അംസിക് അലൈക് സൗജക്, നീ നിന്റെ അത് രഞ്ജിപ്പിന്റെ വർത്തമാനമായി. പലപ്പോഴും രണ്ടുപേരുടെയും നന്മകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആലോചിക്കുക. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം ഇവർ വിവാഹമോചനം ചെയ്യപ്പെടുമെന്നും
പിന്നീട് സൈനബ് റളിയല്ലാഹു അൻഹ തന്റെ ഇണയായി എന്ത് ചെയ്യും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെന്നും വിവരം അറിഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അവിടെ അത് മറച്ചു വെച്ചു. അല്ലെ, നീ തലാഖ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിവാഹം കഴിക്കുന്നു അവിടെ പറഞ്ഞില്ല. നബി അതെന്ത് ചെയ്തു? മറച്ചു വെച്ചതാണ്. അവർക്കിടയിൽ മറച്ചു വെക്കാനുണ്ടായ കാരണവും എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യും? പല മുഫസ്സിറുകളും പല രീതിയിലും അതിനെ വ്യാഖ്യാനിക്കുന്നത് കാണാം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ല വതഖ്ഷന്നാസ്. കണ്ട നമ്മൾ അടുത്ത ഭാഗം വതഖ്ഷന്നാസ, നീ ജനങ്ങളെ ഭയപ്പെട്ടു, ഈ ജനങ്ങളെ ഭയപ്പെടുന്നു. ആരാണ് നീ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്? സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹബിഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് നബി എന്താ ഭയപ്പെടാനുള്ള കാരണം? ജനങ്ങളെ പേടിക്കാനുള്ള കാരണം എന്താ? പോറ്റുപുത്രന്റെ മോനെ, പോറ്റുപുത്രന്റെ ഭാര്യയെ എന്ത് ചെയ്യും? പിതാവ് വിവാഹം കഴിച്ചു എന്ന് ആളുകൾ പറയല്ലോ. അതൊരു പോരാത്തരല്ലേ? ഇസ്ലാമിനും പോരാത്തരല്ലേ? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഭയപ്പെട്ടു എന്നാണ്. പക്ഷെ റബ്ബ് പറയും വല്ലാഹു അഹഖു അൻ തഖ്ഷാ. നമ്മളെ ജീവിതത്തിൽ കൊത്തി വെക്കേണ്ട വരിയാൻ. നമ്മൾ പടപ്പുകളല്ല പേടിക്കേണ്ടത്. പലപ്പോഴും പല കാര്യങ്ങളും തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ പടപ്പുകളെ പേടിക്കും, പടച്ചോനെ പേടിക്കാൻ പലരും റബ്ബ് പറയാൻ വല്ലാഹു അഹഖു അൻ തഖ്ഷാ. ഭയപ്പെടാൻ ഏറ്റവും അർഹനാരാൻ? അള്ളാഹുവാൻ. നമ്മൾ പേടിക്കേണ്ടത് അള്ളാനെ, അള്ളാഹുവിനെ ഭയപ്പെടണം. പടച്ചോനെ പേടില്ലാഞ്ഞിട്ടാണ് ലോകത്ത് ഒരുപാട് തോന്നിവാസങ്ങളും ക്ലേച്ഛതകളും നിറയുന്നത്. ഇവിടെ റസൂലുള്ളാഹിയിലൂടെ ഒരു ലോകത്തെ അള്ളാഹു പാഠം പഠിപ്പിക്കാൻ ഏറ്റവും ഭയപ്പെടാൻ അർഹൻ അള്ളാഹുവാൻ. അതാണ് ഫലമ്മാ ഖളാ സൈദുൻ മിൻഹാ വത്തറ. അവളുടെ ആവശ്യം സെയ്ദ് പൂർത്തീകരിച്ചപ്പോൾ, അവളിൽ നിന്നുള്ള ആവശ്യം പൂർത്തീകരിക്കാന്നുള്ള അതൊരു പ്രയോഗമാണ്. വത്തറ എന്ന് പറഞ്ഞാൽ ആ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ അവിടെ തലാഖ് എന്ന കാര്യം സെയ്ദ് റളിയല്ലാഹു അൻഹു പൂർത്തീകരിച്ചപ്പോ സൗവജ്നാകഹ. അവിടെ ഒരു പ്രയോഗം സൗവജ്നാകഹ. സൗവജ എന്നുള്ള വാക്കിന്റെ അർത്ഥം വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ്. സൗവജ്ന, നാം വിവാഹം ചെയ്തു കൊടുത്തു. ക, നിനക്ക്. ഹ, അവളെ. അവൾ സൈനബ് റളിയല്ലാഹു അൻഹയെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തന്നു. നമ്മള് വിവാഹം ചെയ്തപ്പോ കൈ പിടിച്ചിട്ട് പറഞ്ഞ എന്താ? അല്ലെ, വിവാഹം ചെയ്തു എന്ന് നേരെ വാപ്പയാണ് നമ്മളോട് പറയാ, എന്റെ മോളെ ഞാൻ നിനക്ക് വാങ്ങി. പക്ഷെ ഇവിടെ വാപ്പല്ല പറഞ്ഞത്, ഇവിടെ ആരാ പറഞ്ഞത്? അള്ളാഹാണ് പറഞ്ഞത്, ഞാൻ നിനക്ക് വാങ്ങി. അതുകൊണ്ട് തന്നെ ചില സമയത്ത് സൈനബ് റളിയല്ലാഹു അൻഹ ഭയങ്കര പൊങ്ങച്ചത്തിൽ ഫഖർ പറയാറുണ്ട്. നബിയുടെ മണവാട്ടിമാർ ഇങ്ങനെ ഇരിക്കുമ്പോൾ, നമ്മുടെ ഉമ്മമാർ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരോട് പറയും, നിങ്ങളെ വാപ്പമാരാ നബിക്ക് കെട്ടിച്ചു കൊടുത്തത്, എന്നെ കെട്ടിച്ചു കൊടുത്തത് ഫൗക സബ്അ സമാവാത്ത്, 7 ആകാശങ്ങൾക്കും മുകളിൽ വെച്ച് അള്ളാഹുവാൻ എന്നെന്ത് ചെയ്തത്? നബിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് എന്ന് എന്ത് ചെയ്യാറുണ്ട്? സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ പറയാറുണ്ട്. എന്തിനാണ് അള്ളാഹു അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? എന്തിനാണ് അള്ളാഹ് അതൊരു അത് വിശ്വാസികൾക്ക് ഒരു പാഠം പഠിപ്പിക്കാൻ, വിശ്വാസികളെ അള്ളാഹു ഒരു നിയമം പഠിപ്പിച്ചു. ജാഹിലിയൻ കാലഘട്ടത്തിന്റെ സമ്പ്രദായം അനുസരിച്ച് പോറ്റുമക്കളെ സ്വന്തം മക്കളെ പോലെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു കരുതിയുന്നത്. സ്വന്തം മക്കളെ പോലെ നിങ്ങൾ വിളിക്കരുത് എന്നാണ്. സ്വന്തം നിങ്ങളിലേക്ക് അവരെ ചേർത്ത് വിളിക്കരുത്. അവരെ ചേർത്ത് വിളിക്കേണ്ടത് അവരുടെ പിതാക്കളിലേക്കാണ് എന്ന് ഇതിലെ സൂറത്ത് അഹ്സാബിലെ തന്നെ 5-ാമത്തെ ആയത്തിൽ നമ്മൾ അന്ന് വളരെ സവിസ്തരം പറഞ്ഞു പോയതാണ് ആ ഭാഗം. അതേപോലെ തന്നെ അവരെ ഭാര്യമാരെ വിവാഹം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, തലാഖ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവർക്ക് വേണമെങ്കിൽ ഈ പിതാക്കൾക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാം. സാധാ മറ്റുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് പോലെ ജാഹിലിയൻ കാലഘട്ടത്തിലെ ആ ഒരു സമ്പ്രദായത്തെ ഇസ്ലാം അവിടെ എന്താണ് തുടച്ചു നീക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യാനുണ്ടായ കാരണമെന്ന് നബിയുടെ ഇംഗിതമോ നബിയുടെ ആഗ്രഹമോ നബിയുടെ ആവശ്യമോ അല്ല, അത് അള്ളാന്റെ തീരുമാനമാണ്. നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ വെച്ചു വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറാ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ആദ്യത്തെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിലേക്ക് മനസ്സിനെ സമരസപ്പെടുത്താനാവണം. അത് അള്ളാന്റെ തീരുമാനമാണ്, അള്ള പറഞ്ഞതാണ്. അതിന്റെ അപ്പുറത്തേക്ക് എന്റെ ഇഷ്ടമോ എന്റെ അനിഷ്ടങ്ങളോ എന്തല്ല, അതിന് പ്രസക്തിയില്ല എന്ന് ബോധ്യപ്പെടണം എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് പറഞ്ഞു സൗവജ്നാകഹ, അവളെ നാം നിനക്ക് വിവാഹം ചെയ്തു തന്നു, നിന്റെ സൗജത്താക്കി ഞാൻ തന്നു. ലികൈലാ യകൂന അലൽ മുഅ്മിനീന ഹറജുൻ. എന്തിനാൻ? ലികൈലാ യകൂന അലൽ മുഅ്മിനീന ഹറജുൻ. മുഅ്മിനീങ്ങളുടെ മേൽ എന്തുണ്ടാവാൻ പാടില്ല? ഒരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല. ഹറജ് എന്ന വാക്കിന്റെ അർത്ഥം പ്രയാസം. മുഅ്മിനീങ്ങളുടെ മേൽ ഒരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല. എവിടെ? ഫി അസ്വാജി അദ്ഇയാഇഹിം, ഫി അസ്വാജി അദ്ഇയാഇഹിം. അവരുടെ പോറ്റുമക്കളെ വിവാഹം ചെയ്യുന്ന കാര്യത്തിൽ മുഅ്മിനീങ്ങൾക്ക് എന്താവാൻ പാടില്ല? ഒരു പ്രയാസം ഉണ്ടാവും. അവരുടെ ഇണകളുടെ വിഷയത്തിൽ, പോറ്റുമക്കളുടെ ഇണകളുടെ വിഷയത്തിൽ, അല്ലെങ്കിൽ അവരുടെ വിവാഹത്തിന്റെ വിഷയത്തിൽ ഇനി മുഅ്മിനീങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രയാസം ഉണ്ടാവണ്ട. പോറ്റുമക്കളല്ലേ വിചാരിച്ചിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, അതൊരു ബുദ്ധിമുട്ടില്ല. ഇദാ ഖളൗ മിൻഹുന്ന വത്തറ, ആ പോറ്റുമക്കൾ അവരുടെ ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ,
അവരുടെ ആവശ്യങ്ങൾ തന്നെ അവരുടെ ഭാര്യമാരുടെ ആവശ്യം എന്നുള്ള ഉദ്ദേശം ഇവിടെ തലാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ ഏറ്റെടുക്കാനും അവരെ പോറ്റാനും ആർക്കും പറ്റും? അവരുടെ പിതാക്കൾക്കും പറ്റും അല്ലെ? അതിന് എന്തില്ല, ഇസ്ലാം തടസ്സമല്ല, അതിലൊരു പ്രയാസവും ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് അവിടെ ഓർമ്മിപ്പിക്കും. വകാന അംറുല്ലാഹി മഫ്ഊല, തീർച്ചയായും അള്ളാഹുവിന്റെ കൽപ്പന അത് നിറവേറുക തന്നെ ചെയ്യും. മഫ്ഊല എന്ന് പറഞ്ഞാൽ അത് നടക്കപ്പെടാനുള്ളതാണ്, അത് പ്രാവർത്തികമാക്കപ്പെടുന്നതാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു കാര്യത്തില് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിന് ഒരു ആദരവും കൂടിയാണ്. കാരണം നബിയുടെ പത്നിയാവാൻ ആദ്യം അവർക്ക് ഒരു അനിഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ നബിയുടെ ഇഷ്ടം, നബിയുടെ ആഗ്രഹം അതാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അവർ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് അത് മുന്നോട്ട് പോകില്ല എന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് രണ്ടുപേർക്ക് ഉറപ്പായപ്പോഴാണ് എന്ത് ചെയ്തത്? നബിയുടെ അരികിൽ അവർ വന്ന് ആ ഒരു കാര്യത്തെ സൂചിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അത് പുറത്ത് പറയാൻ നബി മടി കാണിച്ചു. ആദ്യമേ സെയ്ദിനോട് ഈ ഒരു കാര്യം പറയാൻ മടി കാണിച്ചു. നബി അത് മറച്ചു വെച്ചു. അതാണ് വതുഖ്ഫി ഫീ നഫ്സിക, നീ നിന്റെ മനസ്സിൽ അതിനെ ഒളിപ്പിച്ചു വെച്ചു എന്നതുകൊണ്ട് ഉദ്ദേശം അല്ലെ? അതുകൊണ്ടാണ് അങ്ങനത്തെ ഈ ഒരു ആയത്ത് ശരിക്കും പിന്നീട് ഖിയാമത്ത് നാൾ വരെ ഓതപ്പെടുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ കീർത്തി ഇങ്ങനെ ഉയർത്തപ്പെടാൻ എത്ര കാലായി? സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രശസ്തി അല്ലെ ഖിയാമത്ത് നാൾ വരെ. അപ്പൊ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് അതുകൊണ്ട് ഗുണവും അതുകൊണ്ട് ഹൈറുമാണ് അള്ളാഹു നിശ്ചയിച്ചത്. അതേപോലെ തന്നെ സൈനബ റളിയല്ലാഹു അൻഹയ്ക്കും അള്ളാഹു ഹൈറാണ് ഉദ്ദേശിച്ചത്. കാരണം നബിയോടൊപ്പം നബി അല്ലെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മുഴുവൻ ഒരു മാതാവായി എന്നുള്ള ഒരു സ്ഥാനവും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? നിശ്ചയിച്ചു കൊടുത്തു. അപ്പൊ ഇത് അള്ളാഹുവിന്റെ യുക്തിയാണ്. എന്തുകൊണ്ട് അള്ളാഹു ആദ്യം തന്നെ വിവാഹം ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോലെ ഇവിടെ അതിന് പ്രസക്തി ഇല്ല. പ്രസക്തി ആയതപ്പോഴാണ് പോറ്റുമക്കളുടെ ഭാര്യമാര് വിവാഹമോചനം ചെയ്യപ്പെട്ടാൽ അവരെ വളർത്തിയ പിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ വിവാഹം ചെയ്യുന്നതിൽ എന്തില്ല, കുഴപ്പമില്ല എന്ന ഒരു വലിയ ഒരു അള്ളാഹുവിന്റെ നിയമത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്ത് ചെയ്തു? ഓർമ്മിപ്പിച്ചു. അതാണ് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇവിടെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ ശ്രേഷ്ഠത പറഞ്ഞു, സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിച്ച ശ്രേഷ്ഠത പറഞ്ഞു. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്ത ഒരു ആദരവും, ഒരു ജീവിതത്തിലെ ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു കാര്യം മൂടി വെക്കാൻ പാടില്ലതല്ല. ഒരു കാര്യവും നബി എന്ത് ചെയ്തിട്ടില്ല? മറച്ചു വെച്ചിട്ടുമില്ല. അള്ളാഹുവിൽ നിന്നുള്ള ഒരു ആയത്ത് പോലും അള്ളാന്റെ റസൂൽ എന്ത് ചെയ്തിട്ടില്ല? മറച്ചു വെച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനിലെ എല്ലാ കാര്യവും അള്ളാന്റെ റസൂൽ മറച്ചു വെക്കാതെ ലോകത്തിന്റെ മേൽ തുറന്നു വെച്ചതാണ്. ഇതിൽ ഒരായത്ത് പോലും വഹിയായത് അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തിട്ടില്ല? മറച്ചു വെച്ചിട്ടില്ല. മറച്ചു വെക്കാമായിരുന്നെങ്കിൽ ഈ ഒരു ആയത്തിനെ നബി തങ്ങൾക്ക് മറച്ചു വെക്കാമായിരുന്നു എന്നാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പഠിപ്പിച്ചത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സുന്ദരമായി ആ കാര്യങ്ങളെ നമ്മളെ ബോധ്യപ്പെടുത്തി. പിന്നീട് സൈനബ് ബിൻത് ജഹ്ഷിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ജീവിതത്തിലെ പല ഭാഗങ്ങൾ ഒരു പക്ഷേ നമ്മൾ പല ഹദീസുകളിലൂടെ ഒക്കെ കേട്ടു പോയിട്ടുണ്ടാകും. സൈനബ് റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്ത ഹദീസുകൾ നമ്മൾ വായിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ മുമ്പ് വിവാഹം ചെയ്തിരുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വായിച്ചു പോയിട്ടുണ്ടാകും. ഈ സൂറത്തിൽ അഹ്സാബിൽ സെയ്ദിനെ സംബന്ധിച്ചായിരുന്നു 5-ാമത്തെ ആയത്തിലെ പരാമർശം. 37-ാമത്തെ ആയത്തിലെ പരാമർശവും അദ്ദേഹത്തെ സംബന്ധിച്ചാകുമ്പോൾ ആ സ്വഹാബിക്ക് അള്ളാഹു നൽകിയ ആദരവിനെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഏതായാലും അൽഹംദുലില്ലാഹ് ഈ ഒരു ഭാഗങ്ങളെ ഇത്ര എളുപ്പത്തിൽ കുറച്ച് സമയം കൊണ്ട് നമുക്കത് പറയാൻ സാധിച്ചുവെങ്കിലും ഇതിന്റെ വിശദീകരണങ്ങൾ അമാനി മൗലവിന്റെ തഫ്സീറൊക്കെ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ മലയാളത്തിൽ വളരെ സുദീർഘമായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് ഗ്രഹിക്കാനാകും. സമയമുള്ള ആളുകൾ അതൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് വായിച്ചു നോക്കണം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ജരീർ തബരി, ഇമാം ഷൗക്കാനി റഹിമഹുല്ലാ, അതുപോലെ തന്നെ അറിയപ്പെട്ട മഹാമുഫസ്സിറുകൾ ഈ ഒരു വിഷയത്തെ, ഈ ഒരു ആയത്തിന്റെ വിശദീകരണമായി ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കാരണം നബിയുടെ വിവാഹങ്ങൾ വിമർശിക്കപ്പെടുമ്പോൾ ആദ്യം എടുത്തുദ്ധരിക്കുമ്പോൾ ഒന്നാമതായി എന്ത് ചെയ്യാറുണ്ട്? ഈ സംഭവം കാണാറുണ്ട്. പലപ്പോഴും ഇതിന്റെ വിശദീകരണങ്ങളിൽ ചില ആളുകൾ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറച്ചു വെച്ചു എന്നൊരു കാര്യത്തെ ചിലർ വിശദീകരിക്കുമ്പോൾ പറയാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് റളിയല്ലാഹു അൻഹയെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നുകയും അവരുടെ സൗന്ദര്യത്തിൽ നബി ആകൃഷ്ടനാവുകയും ചെയ്തു. അങ്ങനെ ആ ഒരു കാര്യം നബി എന്ത് ചെയ്തു? മറച്ചു വെച്ചു. പിന്നെ അള്ളാഹു തീരുമാനിച്ചപ്പോൾ എന്ത് ചെയ്തു? വിവാഹം ചെയ്തു എന്നുള്ള നിലയ്ക്ക് ചില വ്യാഖ്യാനങ്ങൾ കാണാം. അതൊക്കെ നബിയുടെ ജീവിതത്തിന്റെ സ്വഭാവ സവിശേഷതകൾക്ക് ഘടകവിരുദ്ധമാണ്. നബിയെ അപമാനിക്കാനും നബിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ചില വിശദീകരണങ്ങളാണ്. ചില ആളുകൾ എഴുതിപ്പോയ വിശദീകരണങ്ങൾ സൂക്ഷ്മതയില്ലാതെ കടന്നുകൂടിയ വരികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അങ്ങനെ ഒരു സ്നേഹം തോന്നുകയോ മോഹം തോന്നുകയോ അവരുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ മാറ്റിവെക്കുകയോ അല്ല ചെയ്തത്. നേരെ മറിച്ച് ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. പ്രത്യേകിച്ച് യുക്തിവാദികളും
അതുപോലെ തന്നെ നിരീശ്വരവാദികളും ഇസ്ലാമിന്റെ അവിടുന്നും ഇവിടുന്നും ചിലത് മാത്രം കാർന്നെടുത്ത് പഠിച്ച ചില മുറി വൈദ്യന്മാരും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇതിനെങ്ങനെ ദുർവ്യാഖ്യാനിക്കുന്നത് കാണാറുണ്ട്. യഥാർത്ഥ വ്യാഖ്യാനം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിച്ച സ്വഹാബത്ത് വിശദീകരിച്ചതുപോലെയാണ്. അവിടെ അതിനെ അതേപോലെ വിശ്വസിക്കാനും അതേപോലെ നടപ്പിൽ വരുത്താനുമാണ് എന്ത് ചെയ്യേണ്ടത്, വിശ്വാസികൾ തയ്യാറാവേണ്ടത്. ഇതിലൂടെ അള്ളാഹു പഠിപ്പിച്ച വലിയൊരു പാഠം, അള്ളാഹ് ഒരു കാര്യം തീരുമാനിച്ചാൽ മുഅ്മിനീകൾ എന്ത് ചെയ്യണം, അതിനനുസരിക്കണം. അത് ചിലപ്പോൾ നമ്മളെ മനസ്സിനെന്താവൂല, ഇഷ്ടാവൂല, ചിലത് ഇഷ്ടാവൂല. പ്രത്യേകിച്ച് നമ്മളെ അനന്തര സ്വത്തിന്റെ ഒക്കെ വിഷയം വരുമ്പോൾ പലരും പറയുന്ന വർത്തമാനാണ്, അത് ന്യായമല്ല, അത് അനീതിയാണ്. പ്രത്യേകിച്ച് സ്ത്രീ സഹജമായി പലർക്കും തോന്നിപ്പോകുന്നു, സ്ത്രീകൾ പലപ്പോഴും ഉയർത്തുന്ന ചോദ്യവും അതാണ്. ഇനി വിവേചനം അല്ലെ, അതിലെന്താണ് പുരുഷൻ ഇത്ര സ്ത്രീക്ക് അത്ര. ശരിക്കും അനന്തര സ്വത്തിനെ പറ്റി ഇങ്ങനെ പഠിക്കണമെങ്കിൽ അതിന്റെ ഓഹരികൾ കൊണ്ടുപോകുന്ന എണ്ണം നോക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത് സ്ത്രീ വിഭാഗങ്ങളെ അല്ലെ, ഉമ്മ, അതുപോലെ തന്നെ സഹോദരിമാര്, പിന്നെ അങ്ങനെ കൊണ്ടുപോകുന്ന പെൺമക്കള് കൊണ്ടുപോകുന്ന, രണ്ട് സഹോദരിമാര് കൊണ്ടുപോകുന്ന, ഇങ്ങനെയൊക്കെ പല പല അവസ്ഥകൾ, സാഹചര്യങ്ങൾ അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട് തന്നെ പറയാനുണ്ട്. പക്ഷെ പലപ്പോഴും ചില ആളുകൾ വിമർശനം പറയും, അതിലെന്തോ ഒരു അവ്യക്തത തോന്നുന്നു, അതിലെന്തോ ഒരു അനീതി തോന്നുന്നു. പക്ഷെ ഒരിക്കലും അതിൽ അനീതിയോ അവ്യക്തതകളോ ഇല്ല. അള്ളാഹുവിന്റെ തീരുമാനമാണോ അതിനെ അതേപോലെ സ്വീകരിക്കുക. കാരണം അതിന്റെ പിന്നിലെ ഹിക്മത്ത് അള്ളാഹു കൃത്യമായി അറിയുന്നവനാണ്. അതാണ് വിശ്വാസി. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാറ്റി വൽ മുഅ്മിനീന വൽ മുഅ്മിനാറ്റി എന്നൊക്കെ പറഞ്ഞ് ഈ 35-ാമത്തെ ആയത്തിൽ നമ്മൾ അന്ന് അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ കൽപ്പനകളെ ഒരു സങ്കുചിതത്വവുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ വളരെ എളുപ്പത്തിൽ അതിനെ കീഴ്പ്പെടുന്ന, അതിനെ അനുസരിക്കുന്ന, അതിനെ സ്വീകരിക്കുന്ന മുഅ്മിനീങ്ങളിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അല്ലെ, അള്ളാഹുവിന്റെ കൽപ്പനകളെ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ മാനിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും സ്വീകരിക്കാനും അള്ളാഹു അറിവും വിവേകവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിലുള്ള ക്ഷമ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വന്തം ഇഷ്ടങ്ങൾ, തന്നിഷ്ടങ്ങളെക്കാളും അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾക്കും റസൂലിന്റെ ഇഷ്ടങ്ങൾക്കും പ്രാധാന്യം കൽപ്പിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരിൽ നിന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ ധിക്കരിക്കുന്നവരിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇസ്ലാമിക ലോകത്തിന് ഏറ്റവും വലിയ മാതൃകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തിരുനബിയുടെ ജീവിതം എന്താ, നിഷ്കളങ്കമാണ്. ആ തിരുനബിയുടെ ജീവിതത്തിൽ ഒരു കുറ്റവും ഒരു കുറവും ഒരു പോരായ്മകളും ഇല്ല എന്നതിൽ കൃത്യമായ വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ്. അള്ളാഹു തിരുനബിയെ നന്നായി പഠിക്കാനും അത് പ്രവാചകന്റെ ജീവിതത്തിൽ പകർത്താനുമുള്ള അറിവ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നബിയെ അനുസരിക്കുന്നവരിൽ അള്ളാഹു നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. നബി അനുധാവനം ചെയ്യുന്നവരിൽ അള്ളാഹു നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായി സ്നേഹിക്കുന്നവരിൽ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയ പോരായ്മകളെ, തിന്മകളെ, അറിവില്ലായ്മകളെ റബ്ബേ നീ വിട്ടുപുറച്ച് മാപ്പാക്കി തരണേ. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ എളുപ്പമാക്കി തരണേ. പല അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അള്ളാഹു അവരുടെ അസുഖങ്ങൾ ശിഫയാക്കി കൊടുക്കണേ, അവർക്ക് ആശ്വാസം കൊടുക്കണേ. വലിയ വലിയ അസുഖങ്ങളുടെ ഭീതിയിൽ കഴിയുമ്പോഴും അവിടെ മനസ്സുകൾക്ക് ആശ്വാസവും സമാധാനവും നൽകണേ. അവിടെ കുടുംബങ്ങൾക്ക് ആശ്വാസം പകരണേ. റബ്ബേ അള്ളാഹുവെ പരിപൂർണമായ ശിഫ അവർക്ക് പ്രദാനം ചെയ്യണേ. അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങളെ കൊണ്ട് വലയുന്നവരുണ്ട്, അവിടെ കടങ്ങൾ ഹലാലായ മാർഗ്ഗത്തിൽ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള തൗഫീക്ക് കൊടുക്കണേ. അള്ളാഹു വലിയ കടക്കെടിയിൽ നിന്നും കെടുതികളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ. ആഫിയത്തും റഹ്മത്തും മഗ്ഫിറത്തും റബ്ബേ നീ അവർക്ക് പ്രദാനം ചെയ്യണേ. അള്ളാഹു ഞങ്ങൾക്ക് ദീന് പഠിക്കാൻ കാരണക്കാരായ ഒരുപാട് ഗുരുനാഥന്മാർ, ചെറുപ്പം മുതലേ ഖുർആൻ പഠിക്കാനും ഹദീസ് പഠിക്കാനും പ്രചോദനം നൽകിയ ഗുരുനാഥന്മാർ, അള്ളാഹു ആ ഉസ്താദുമാർക്ക് ദീർഘായുസ് കൊടുക്കണേ, ആഫിയത്ത് കൊടുക്കണേ, റഹ്മത്ത് ചൊരിയണേ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ നന്നാക്കി കൊടുക്കണേ. അള്ളാഹുവെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നന്നാക്കി തരണേ. ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ, ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ എല്ലാറ്റിലും നിന്റെ സർവ്വ സഹായവും റബ്ബേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. جزاكم الله خيرا. السلام عليكم ورحمة الله.